എല്ലാവർക്കും ക്യാപ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പവനായി ഷവർമണി സീരീസിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ഈ സീരീസിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഇല്ലാത്തവർക്ക് ഞാൻ ഒരു ഇൻട്രഡക്ഷൻ ഞാൻ പറഞ്ഞുതരാം. സംഭവം നമ്മൾ ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തുന്ന ചെറിയൊരു സീരീസാണിത്. ഒരു ഷോർട്ട് ട്യൂട്ടോറിയലാണ്. I have all sorts of lethal weapons. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മിഷൻ ഗൺ വരെ. അപ്പോൾ നമുക്ക് അധികം ലാഗ് അടിപ്പിക്കണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ പവനായി ശവമായി. ഇന്ന് പഠിക്കാൻ പോകുന്ന ആയുധം അല്ലെങ്കിൽ ടൂളിൻ്റെ പേരാണ് ക്വിക്ക് സെലക്റ്റും മാജിക് വാണ്ടും. ഇപ്പോൾ രണ്ട് ടൂളുണ്ടല്ലേ. ഇപ്പോൾ ക്വിക്ക് സെലക്ട് എന്ന് പറയുന്നത് നമുക്ക് വേഗം സബ്ജക്റ്റ് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ക്വിക്ക് സെലക്ട്. ഈ മാജിക് വാണ്ട് നമുക്ക് ഈ സെയിം കളറോ അല്ലെങ്കിൽ ഹൈലൈറ്റോ ഷാഡോസോ ഒക്കെ വേഗം സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളുമാണ് ഈ മാജിക് വാണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കി അതിൽ ഞാൻ ചെറിയൊരു സാമ്പിൾ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആദ്യം ക്വിക്ക് സെലക്ട് പഠിക്കാം. അപ്പോൾ ക്വിക്ക് സെലക്റ്റിൻ്റെ ഷോർട്ട് കട്ടാണ് W. അപ്പോൾ നമ്മൾ W പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കീബോർഡ് ഓപ്പൺ ആക്കിയിട്ട് W പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേഴ്സർ മാറിയേ ഉണ്ടോ, ഒരു പ്ലസും അതിൻ്റെ മുകളിൽ വട്ടം വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ക്വിക്ക് സെലക്റ്റിൻ്റെ കേഴ്സർ വന്നതാണ്. നമുക്കിത് മുകളിൽ പോയിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് വെച്ച് കൊടുത്തേക്കാം. ഇത് വലിയ സൈസാണ്. അപ്പോൾ അതെ, ഈ സൈസൊക്കെ മതി നമുക്ക്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ മൗസിൽ ലെഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് നമ്മുടെ വേണ്ട സ്ഥലത്ത് കൂടി ഓടിച്ചോന്ന് പോകുമ്പോഴേക്കിൻ്റെ നമ്മുടെ സബ്ജക്റ്റിന് ചുറ്റും ഒരു ഡോട്ടൽ ലൈൻ പോയേക്കാനാണല്ലോ. അപ്പോൾ ആ ലൈൻ പോയേക്കുന്ന ഏരിയ മൊത്തം നമുക്ക് സെലക്ട് ആവും. അപ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ഇതുപോലെ പ്രസ് ആക്കിയിട്ട് നേരെ ബാക്ക്ഗ്രൗണ്ട് കൂടി ഓടിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പിടിച്ചു, നമുക്ക് ഡീസെലക്ട് ചെയ്യും. നമുക്ക് ഓൾട്ട് കീ പ്രസ് ചെയ്തിട്ട് കഴിയുമ്പോൾ ഒരു -1 ഉണ്ട് അവിടെ. അപ്പോൾ ഡീസെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതുപോലെ ലെഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് വേണ്ടാത്ത ഭാഗത്ത് കൂടെ ഒന്ന് ഓടിച്ചൊന്ന് പോയാൽ മതി. ഇതുപോലെ അപ്പോൾ ഇതുപോലെ ഡീസെലക്ട് ആയിട്ട് കിട്ടും. എങ്ങാൻ സെലക്ഷൻ കയറി പോയി കഴിഞ്ഞാൽ ഓൾട്ടിൽ നിന്ന് കൈവിടുക, മൗസ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമുക്ക് സെലക്ട് ചെയ്യാനും ഡീസെലക്ട് ചെയ്യാനുള്ള ഒരു പരിപാടി. നിങ്ങളെല്ലാം നമുക്ക് നേരെ മുകളിൽ പോയി കഴിഞ്ഞാൽ പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട്. മൈനസ് നോക്കിയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഡീസെലക്ട് ആവും, പ്ലസ് നോക്കിയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഡീസെലക്ട് ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാനും ഡീസെലക്ട് ചെയ്യാനും പറ്റും. നമുക്ക് അടുത്തത് പോയി കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സൈസ് കൂട്ടാനും സൈസ് കുറയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്. ഹാർഡ്നെസ് കൂട്ടാനും ഹാർഡ്നെസ് കുറയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇതല്ലാതെ നമുക്ക് ഹാർഡ്നെസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നമ്മൾ ഓൾട്ട് കീ ഹോൾഡ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് നോക്കിയിട്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്താൽ നമ്മൾ സൈസ് കുറയും. ബ്രഷിൻ്റെ റൈറ്റിലേക്ക് മൂവ് ചെയ്താൽ നമ്മുടെ ബ്രഷിൻ്റെ സൈസ് കൂടും. ഇനി മേളിലേക്ക് മൂവ് ചെയ്താൽ നമ്മുടെ ഹാർഡ്നെസ് കുറയും. താഴേക്ക് മൂവ് ചെയ്താൽ നമ്മുടെ ഹാർഡ്നെസ് കൂടും. അപ്പോൾ നമുക്ക് എല്ലാ ബ്രഷിലും ഈ സെയിം ഷോർട്ട് കട്ടാണ്. നമുക്ക് സൈസ് കൂട്ടാനും ഹാർഡ്നെസ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഈ സെയിം ഷോർട്ട് കട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സെലക്ഷനൊക്കെ ഒന്ന് സെലക്ട് ആക്കിയിട്ട് ഈ മാസ്ക് ആക്കി കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ക്ലീൻ ആക്കി എടുക്കണമെങ്കിൽ നമുക്കൊരു മാസ്കിൽ പെയിൻറ്റ് എടുത്താൽ മതി. നമുക്കത് വിടാം. ഇനി എൻ്റെ 2020 ഫോട്ടോഷോപ്പ് ആയതുകൊണ്ട് എനിക്ക് വേറൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. മുകളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് സെലക്ട് സബ്ജക്റ്റ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഫോട്ടോഷോപ്പ് എനിക്ക് സെലക്ഷൻ തരും. ഏതായപ്പോൾ കണ്ടത് ഫോട്ടോഷോപ്പ് തന്നെ എനിക്കൊരു സെലക്ഷൻ തന്നിട്ടുണ്ട്. ഞാൻ മാസ്ക് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ, അത്യാവശ്യം നല്ലൊരു സെലക്ഷനാണ്. ഇപ്പോൾ നല്ലൊരു പടമൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സെലക്ട് ചെയ്ത് തരും. അത്യാവശ്യം ഒരു മൂഡ് പടമൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ കുറച്ചൊന്ന് ക്ലീനാക്കി എടുക്കേണ്ടി വരും. എന്നാലും ഇതുപോലും പണി ചെയ്യാൻ നമുക്ക് സുഖമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 2020 ഫോട്ടോഷോപ്പിൽ വന്നതെന്ന് തോന്നുന്നു. 2019 ഫോട്ടോഷോപ്പിലൊന്നും ഇത് വന്നിട്ടില്ല. അപ്പോൾ ഇത്രയുള്ളൂ നമുക്ക് ക്വിക്ക് സെലക്റ്റിൻ്റെ ഉപയോഗങ്ങൾ. അതായത് നമുക്ക് വേഗം സെലക്ട് ചെയ്യുക, പണി തരിക, അത്രേ ഉള്ളൂ നമുക്ക് ക്വിക്ക് സെലക്റ്റിൻ്റെ ഉപയോഗങ്ങൾ. നമുക്ക് നേരെ മാജിക് വാണ്ടിലേക്ക് പോവാം. അതെ, തുടങ്ങും. ഇപ്പം ഞാൻ ഈ ലോഗോ കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് ഈ ലോഗോയിൽ ഈ ബ്ലാക്ക് ഭാഗം മാത്രം മതി, വൈറ്റ് ഭാഗം വേണ്ട. ഞാൻ ക്വിക്ക് സെലക്ട് വെച്ചിട്ട് സെലക്ട് ചെയ്യുവാണെങ്കിൽ കണ്ടോ ഈ വൈറ്റ് ഭാഗം സെലക്ട് ആവണ്ടോ. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് ഭാഗം ഡീസെലക്റ്റ് കളയുമ്പോഴേക്കും ഡീസെലക്റ്റ് പോവുകയും ചെയ്യുന്നത്. എന്നാൽ
ഞാൻ ബ്ലാക്കിലേക്ക് കയറി കഴിഞ്ഞാലോ എൻ്റെ ബ്ലാക്ക് ഭാഗം ഡീസെലക്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ വേണ്ട, എനിക്ക് ബ്ലാക്ക് ഭാഗം മാത്രം മതി, എനിക്ക് വൈറ്റ് ഭാഗം മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ ടൂളാണ് മാജിക് വാണ്ട്. അപ്പോൾ മാജിക് വാണ്ട് സെലക്ട് ചെയ്യാൻ നമ്മൾ നേരെ ക്വിക്ക് സെലക്റ്റിൽ പോവുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക, മാജിക് വാണ്ടിൽ നിന്നുണ്ടോ അത് ക്ലിക്ക് ചെയ്യുക. ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ ബ്ലാക്ക് ഭാഗം മാത്രം സെലക്ട് ആവുന്നുള്ളൂ, വേറെ വൈറ്റ് സെലക്ട് ആവുന്നില്ല, വൈറ്റിലേക്ക് സെലക്ഷൻ കയറി പോകുന്നില്ല. ഇനി വൈറ്റിലേക്ക് വൈറ്റ് ഭാഗം മാത്രം സെലക്ട് ആവുന്നുള്ളൂ. ഞാൻ മാസ്ക് ഉപയോഗിക്കേ, ഇപ്പോൾ വൈറ്റ് ഭാഗം മാത്രം സെലക്ട് ചെയ്യാണ്ട് വൈറ്റ് ഭാഗം മാത്രം കാണിക്കുന്നുള്ളൂ. ഞാൻ മാസ്ക് ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാലേ ഇപ്പോൾ ബ്ലാക്ക് ഭാഗം വന്നു. അപ്പോൾ നമുക്ക് സെയിം കളറോ അല്ലെങ്കിൽ ഹൈലൈറ്റ്സോ ഷാഡോസോ ഒക്കെ സെലക്ട് വേണ്ടി ഉപയോഗിക്കാൻ ടൂളാണ് ഈ മാജിക് വാണ്ട്. ഒരു മാന്ത്രികവടിയാണ് അതിൻ്റെ സിമ്പിൾ വന്നാലേ കണ്ടോ, മജീഷ്യനും മാന്ത്രികവടി പോലെ. പക്ഷെ ഇത് കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ ബ്ലാക്ക് വാം സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ഈ ബ്ലാക്ക് വാം സെലക്ട് ചെയ്തു, അതിന് അടുത്ത ബ്ലാക്ക് സെലക്ട് ചെയ്യുമ്പോഴേ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഭാഗം ഡീസെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എല്ലാ സെലക്ട് ചെയ്ത് അതായത് സെലക്ഷൻ ആഡപ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുമ്പോഴേ കണ്ടോ നമ്മുടെ മാജിക് വാണ്ടിൻ്റെ അവിടെ ഒരു പ്ലസ് വന്നിട്ടുണ്ടോ, അപ്പോൾ സെലക്ഷൻ ആഡപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഫുൾ സെലക്ട് ചെയ്യുക, മറ്റേ ഡീസെലക്റ്റായി പോകാതെ നമ്മൾ ബാക്കി സെലക്ഷനൊക്കെ ആഡപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ മാസ്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ ബ്ലാക്ക് ഭാഗം മാത്രം ആഡപ്പായിട്ട് പോകണം. ഇനി ഇതിൻ്റെ ഓപ്ഷൻസ് വന്നാൽ നമുക്ക് മുകളിൽ പോകുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മൾ സാമ്പിൾ സൈസ് കൂട്ടാനുള്ള ഓപ്ഷനുണ്ട്, ടോളറൻസ് കൂട്ടാനുള്ള ഓപ്ഷനുണ്ട്, പിന്നെ ആൻറ്റി ഏരിയാസ്, കണ്ടിജൻസ്, ഓൾ സാമ്പിൾ ഇതൊക്കെ കുറേ ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പോയിൻ്റ് സാമ്പിൾ വെച്ച് നമുക്ക് ഈ 5x5 ചതുരമൊക്കെ എടുക്കുവാണെങ്കിൽ അല്ലെ ആ ഫുൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ ആയിരിക്കും സാമ്പിൾ ചെയ്യുന്നത്. കുറച്ചൊരു എന്താ പറയുക പഠിപ്പി പോണ ലെവലിൽ പോകുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ. ഇപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ക്വിക്ക് സെലക്റ്റും മാജിക് വാണ്ടൊക്കെ ഉപയോഗിക്കുന്നത് വേഗം സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ വേറെ അത്ര ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം ഷോർട്ട് ട്യൂട്ടോറിയലാണ്, ചെറിയൊരു ഓവർവ്യൂ ആണ് നമ്മൾ പോകുന്നത്, അല്ലാതെ എനിക്ക് പണി അറിയാത്തതുകൊണ്ടല്ല. അപ്പോൾ ഇതുള്ളൂ ബേസിക്കലി നമ്മളെ ക്വിക്ക് സെലക്റ്റും മാജിക് വാണ്ടും. അപ്പോൾ ക്വിക്ക് സെലക്ട് നമുക്ക് വേഗം സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ക്വിക്ക് സെലക്ട്. അതിൻ്റെ ഷോർട്ട് കട്ട് W, മാജിക് വാണ്ടിൻ്റെ ഷോർട്ട് കട്ട് W തന്നെയാണ്. ഇപ്പോൾ മാജിക് വാണ്ട് നമുക്ക് സെയിം കളർ അല്ലെങ്കിൽ സെയിം ഹൈലൈറ്റ്സ് സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ മാജിക് വാണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ, ഇതുപോലെ നമ്മളെ പഠിപ്പിക്കൽ തീരുവാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നല്ല വീഡിയോസൊക്കെ വേറെ അറിയാവുന്ന യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇത് ജസ്റ്റ് ഷോർട്ട് ഓവർവ്യൂ പോലെയാണ് സംഭവം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഈ ചാനലിൻ്റെ പേര് ക്യാപ്ച, എൻ്റെ പേര് പുണ്യാളൻ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് വീണ്ടും വരാം. അതുവരേക്കും ഞാൻ പോകുന്നു. ബൈ ബൈ.